ലെൻറ്റ് ഡിവോഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പ് ഒരു തിരിച്ചുവരവിൻ്റെ കാലമാണ്. ഈ ഭൂമിയിൽ ഒരുക്കപ്പെട്ട ഏറ്റവും മഹത്തീയമായ യാഗപീഠമാണ് ക്രിസ്തു. കാൽവരി കുരിശ് എന്ന യാഗപീഠത്തിൽ ക്രിസ്തു തന്നെത്താൻ യാഗമാക്കി സമർപ്പിച്ചത് ലോകത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടിയാണ്. ക്രിസ്തു ആകുന്ന യാഗപീഠത്തിൽ കനലുമായി ബന്ധപ്പെട്ട് ശുദ്ധീകരണം പ്രാപിക്കുന്ന അനുഭവമാണ് നോമ്പ്. അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ലോക അന്ത്യത്തിൻ്റെ അടയാളങ്ങളും ക്രൈസ്തവ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട പാഠങ്ങളും. ജാഗ്രതയും പ്രത്യാശയുമാണ് യേശു ഈ വേദഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നാം ദർശിക്കുന്നതും നമുക്ക് അനുഭവമാകുന്ന സംഭവ വികാസങ്ങൾ ഒരു ക്രിസ്ത്യാനി എപ്രകാരം നിലകൊള്ളണമെന്ന് ഈ ഭാഗങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി, ആത്മീയ വഞ്ചനകളിൽ നിന്ന് ജാഗ്രത. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് ശക്തമായ മുന്നറിയിപ്പ് യേശു ശിഷ്യന്മാർക്ക് നൽകുന്നു. അതുകൊണ്ട് നാമും വചനത്തിൽ ഉറച്ച് നിലനിൽക്കുക, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാവുക, വിവേകമുള്ളവരായിരിക്കണം. ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായി ക്രിസ്തീയ ജനം നിലനിൽക്കേണ്ടതെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി, ലോഹകലഹങ്ങൾ ഭയപ്പെടേണ്ട. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിന് പുറത്തല്ല. ഏത് അന്ധകാര ശക്തികളെ മൂടിയാലും സർവശക്തനായ ദൈവം അത് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഏത് സാഹചര്യത്തിലും നമുക്ക് മുമ്പേ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ കരങ്ങൾ നാം ഓർക്കണം. അതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ശക്തി. ഒന്നാമതായി, ഈ സംഭവങ്ങൾക്കെല്ലാം യേശു വേദനയുടെ ആരംഭമെന്ന് വിളിക്കുന്നു. ഈറ്റുനോവ് പുതിയ ജീവനിലേക്കുള്ള വഴിയാകുന്നു. ഈ കഷ്ടങ്ങൾ ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ്. ഭയത്തിൽ നിറഞ്ഞ കാലഘട്ടത്തിൽ പോലും ദൈവത്തെ അന്വേഷിക്കുന്നവർ അവനിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാ കാലവും ശക്തരാകുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും സ്നേഹത്തിലും സത്യത്തിലും ജീവിക്കുകയും എന്നാണ് ഈ നോമ്പിന്റെ ആഹ്വാനം. ലോകം തളരുമ്പോൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നവർ എന്നേക്കും നിലനിൽക്കും. ഇപ്രകാരം ഈ വചനങ്ങൾ അവസാനിക്കുകയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.